വയനാട് അട്ടമല ഏറാട്ടുകുണ്ട് വനമേഖലയിലേക്ക് പോയ ആദിവാസി കുടുംബത്തെ കണ്ടെത്താൻ ശ്രമം തുടരുന്നു. ഏറാട്ടുകുണ്ട് നദിയിലെ കൃഷ്ണൻ, ഭാര്യ ലക്ഷ്മി എന്ന ശാന്ത, ഇളയ ആൺകുട്ടി എന്നിവരാണ് കാട്ടിൽ പോയത്. 8 മാസം ഗർഭിണിയായ ലക്ഷ്മിയെ നാട്ടിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കാനായി ഇന്നലെ ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിലമ്പൂർ കാടുകളിലെ ഗുഹകൾ കേന്ദ്രീകരിച്ചും പുഴയോരം കേന്ദ്രീകരിച്ചുമാണ് ഇന്നലെ തെരച്ചിൽ നടന്നത്. ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരാണ് തിരച്ചിലിന്റെ ഭാഗമായത്. പുഴയുടെ തീരത്ത് മത്സ്യബന്ധന ഉപകരണങ്ങളും വസ്ത്രങ്ങളും കണ്ടെത്തിയെങ്കിലും ലക്ഷ്മിയെയും കുടുംബത്തെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ഇവർ മാറിപ്പോകുന്നതാണ് സൂചന. പ്രദേശത്ത് നിരീക്ഷണത്തിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. കഴിഞ്ഞ 4-ാം തീയതി കൃഷ്ണനും ലക്ഷ്മിയും മേപ്പാടിയിലെത്തിയതായി സ്ഥിരീകരണമുണ്ട്. ബാങ്കിൽ നിന്ന് പണമെടുത്ത ശേഷം സാധനങ്ങൾ വാങ്ങിയാണ് വനത്തിലേക്ക് പോയത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ സമയത്ത് ഇവർ വനത്തിലെ ഗുഹയ്ക്കകത്തായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് അന്ന് കുട്ടികളെ ഉൾപ്പെടെ പുറത്തെത്തിച്ചത്. ഇതിനുശേഷം ഇവരുടെ 3 കുട്ടികളെ പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥർ ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത്. മറ്റൊരു കുട്ടിയുമായാണ് ഇവർ വീണ്ടും വനത്തിലേക്ക് കയറിയിട്ടുള്ളത്. സെപ്റ്റംബറിൽ ലക്ഷ്മിയെ സന്നദ്ധ സംഘടനയായ ശ്രേയസിന്റെ സഹായത്തോടെ വൈത്തിരി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കിയിരുന്നു. ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഉദ്യോഗസ്ഥർ ഏറാട്ടുകുണ്ട് നദിയിലേക്ക് തിരികെ എത്തിച്ചത്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.